നമ്മൾ പിന്നീട് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ആരാണ് ആദ്യമായി നബിദിനം കഴിച്ചിട്ടുള്ളത്, നബിദിനം ആരംഭിച്ചിട്ടുള്ളത് ആരാണ്? യഥാർത്ഥത്തിൽ 4-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 360 റാഫിളുകളിൽപ്പെട്ട, റാഫിളുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന കക്ഷികളിൽ ഏറ്റവും മികച്ച കക്ഷികളാണ് റാഫിളുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളെല്ലാം കാഫിറാണ്. ഏതാനും തുലോം സഹാബികൾ, വിരലിൽ എണ്ണാവുന്ന സഹാബികൾ ഒഴികെ ബാക്കി എല്ലാവരും മുർത്തദ്ദായി പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ നമ്മുടെ ആയിഷ റളിയല്ലാഹു അൻഹ, അവർക്ക് വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരെ ലഅനത്ത് ചൊല്ലുന്ന അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു അൻഹുമ, അവരുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹിമ എന്ന് പറയുന്ന റാഫിളകൾ. ആ റാഫിളകളാണ് അവരുടെ കൂട്ടത്തിലുള്ള ഉബൈദിയാക്കൾ എന്നറിയപ്പെടുന്ന, അവർ ഫാത്തിമിയാക്കൾ എന്നുള്ള പേര് സ്വീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയുടെ പേര്, അതുമായി യാതൊരു ബന്ധവും അവർക്കില്ല. ഈ ഉബൈദിയാക്കൾ ആരാണ്, അവരുടെ അഖീദ എന്താണ് എന്നത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞത് അവർ മതനിരാസകരാണ്, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല, വെറുതെ ഇസ്ലാമിൻ്റെ കുപ്പായത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടത്തിക്കൂട്ടാൻ വേണ്ടി വന്ന ഒരു വിഭാഗമായിരുന്നു അവർ എന്നാണ് അഭിപ്രായം. അത്തരത്തിലുള്ള വളരെ പിഴച്ച റാഫിളയാക്കളാണ് 4-ാം നൂറ്റാണ്ടിൽ ഹിജ്റ 360 കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും കാണാം. ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ്, ഹിജ്റ 630 എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ അൽ മുളഫർ അബൂ സഈദ്, അദ്ദേഹമാണ്, മലിക്കുൽ മുളഫറാണ് ആദ്യമായി നബിദിനം കൊണ്ടുവന്നത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കുന്നത്. ചില പണ്ഡിതന്മാർ ഈ രണ്ട് അഭിപ്രായത്തെയും ഒരുമിപ്പിച്ചുകൊണ്ട് ജംഅ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ആദ്യമായി ചരിത്രത്തിൽ കൊണ്ടുവരുന്നത് റാഫിളിയാക്കളാണ്. അത് ഈ പറഞ്ഞതുപോലെ ഹിജ്റ 360 തന്നെ കൊണ്ടുവന്നത് റാഫിളിയാക്കളായതിനാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട, അതായത് ഷിയാക്കളല്ലാത്ത ആരും അതിലേക്ക് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. കാരണം ഏറ്റവും മികച്ച കക്ഷികളാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ മേലോട്ട് നോക്കുമ്പോൾ നമ്മൾ അയിമ്മത്തുകൾ ആരും കൊണ്ടുവന്നിട്ടില്ല, ഇമാമിങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല, മുഹദ്ദിസീങ്ങൾ ആരും കൊണ്ടുവന്നിട്ടില്ല, അറിയപ്പെട്ട ഫുഖഹാക്കളൊന്നും ആരും കൊണ്ടുവന്നിട്ടില്ല. ഇവരെല്ലാം കാഫിറുകളായി മുർത്തദുകളായി പ്രഖ്യാപിക്കുന്ന ഷിയാക്കൾ കൊണ്ടുവന്ന അഹ്ലുസ് സുന്ന അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാലം അങ്ങനെ കഴിഞ്ഞുപോയി. 7-ാം നൂറ്റാണ്ടെത്തിയപ്പോൾ ഹിജ്റ 630 ഈ രാജാവ് അൽ മുളഫർ അയാൾ കൊണ്ടുവന്ന സമയത്ത്, അയാൾ സുന്നിയാണ്, ഷിയ അല്ല, അതുകൊണ്ട് തന്നെ അയാൾ കൊണ്ടുവന്ന സമയത്ത് പിൽക്കാലത്ത് സുന്നികളെന്ന പറയുന്ന ഷിയാക്കളല്ലാത്ത ആളുകളിലേക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ രൂപത്തിലുള്ള സ്വാധീനമുണ്ടായി. അപ്പം അത് നല്ല പ്രകടമാകുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് 7-ാം നൂറ്റാണ്ടിലാണ് എന്ന് കാണാൻ സാധിക്കും. ഇത് രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണ്? ഏതായാലും ആദ്യത്തെ 3 ഉത്തമ നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ, അഥവാ ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ്. പിന്നീട് താബിഈങ്ങളുടെ അതിനുശേഷം വരുന്ന നൂറ്റാണ്ടാണ്. ഈ 300 വർഷത്തിൽ ഒരാളും നബിദിനം കഴിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി. ഇത് മഹാന്മാരായ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം സുയൂത്തി ഷാഫിഈയായ പണ്ഡിതനാണ്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹാവി ഷാഫിഈയാണ്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഷാഫിഈയാണ്, അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാക്കിഹാനി മാലിക്കിയാണ്, ഇവരൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഖൈറുൽ ഖുറൂൻ ഇത് ആഘോഷിച്ചിട്ടില്ല, അവർക്കിത് അറിയുക പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, സ്വശരീരത്തേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട സഹാബികൾ അവിടുത്തെ മൊഴിമുത്തുകൾ, ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി രക്തം ഛർദ്ദിച്ചിട്ട് വരെ, ഭക്ഷണമില്ല, വെള്ളമില്ല, യാത്ര, അങ്ങനെ യാത്ര ചെയ്തൊരു ഹദീസിന്റെ റിവായത്ത് കിട്ടുന്നതിന് വേണ്ടി, ഉന്നതമായ സനദ് കിട്ടുന്നതിന് വേണ്ടി യാത്ര ചെയ്തിട്ടുള്ള മുഹദ്ദിസുകൾ ആരും അവിടുത്തെ മഹബ്ബത്ത് കാരണത്താൽ ഒരു നബിദിനവും ആചരിച്ചിട്ടില്ല. ഇവർ പറയാറുണ്ട്, ഇമാം മാലിക് റഹിമഹുള്ളയെ പുകഴ്ത്തി പറയുന്നത് ഈ അടുത്ത് കേട്ടു. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ വിട്ട് കൊടുക്കാൻ, ആസാറുകൾ ഒഴിവായി പോകാതിരിക്കാൻ അദ്ദേഹം മദീന വിട്ട് പോകാറേ ഇല്ലായിരുന്നു എന്നാണ്. ശരി, അദ്ദേഹം ആചരിച്ചിട്ടുണ്ടോ? ഇല്ല. അയിമ്മത്തുകൾ ആരും സഹോദരങ്ങളെ ആചരിച്ചിട്ടില്ല എന്നുള്ളത് എത്ര വളരെ കൃത്യമായ കാര്യമാണ്. ഒരാൾക്ക് ഈ പിഴച്ച പ്രസ്ഥാനങ്ങളെ വിട്ടിട്ട്
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് വരാൻ ചിലപ്പോൾ ഈ ഒരൊറ്റ വിഷയം അവർ പഠിച്ചാൽ തന്നെ മതി. കാരണം ഒരു തെളിവുമില്ലാത്ത, സഹാബികൾ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, താബിഈങ്ങൾ ചെയ്യാത്ത, മദ്ഹബിന്റെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന 4 അയിമ്മത്തുകൾ ചെയ്യാത്ത, മറ്റ് അയിമ്മത്തുകൾ ആരും ചെയ്യാത്ത, മുഹദ്ദിസുകൾ ചെയ്യാത്ത, മുഫസ്സിറുകൾ ചെയ്യാത്ത ഒരു കാര്യം പിൽക്കാലത്ത് ഷിയാക്കൾ തുടക്കം കുറിച്ചു. പിന്നീട് ആരൊക്കെയോ ഏറ്റെടുത്തൊരു കാര്യം, അത് ദീനാണെന്ന് പറയുന്ന ആളുകൾ എത്ര വലിയ പോഴത്തത്തിലാണ്.